വന്ന് CPM ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയല്ല, വെള്ളാപ്പള്ളിയുടെ ഭാര്യ ശ്രീമതി പ്രീതി നടേശനെ പോലും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ഇപ്പോൾ MV ഗോവിന്ദനാണ് ആ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നി, അത്യപൂർവമായൊരു സംഭവമാണ്. കാരണം CPMൻ്റെ ഒരു സഹയാത്രികനെ പോലെ നവോത്ഥാന കമ്മിറ്റിയോ എന്തൊക്കെ ഉണ്ടാക്കി ജനറൽ സെക്രട്ടറി ആയിട്ട് അതിൻ്റെ കൺവീനറായിട്ട് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ പ്രദർശിച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി സംഘപരിവാറിന് വേണ്ടി BJPക്ക് വേണ്ടി പ്രചാരണം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഘിയാണ്, SNDP യോഗം വർഗീയ സംഘടനയാണ് എന്ന തരത്തിലൊക്കെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇത്തിരി കടന്ന കൈയല്ലേ? നിർഭാഗ്യകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ പാർട്ടിയുടെ സെക്രട്ടറിമാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഉള്ളവർ പെരുമാറിയിരുന്നത്. കാരണം കേരളത്തിൽ വലിയ സ്വാധീനമുള്ളൊരു സംഘടനയാണത്, വലിയ പ്രബല സമുദായമാണ്. അവർക്ക് ജനസംഖ്യയിൽ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യയിൽ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനൊരു വിഭാഗത്തിന് CPMൻ്റെ ബേസ് വോട്ട് എന്ന് അവർ പറയുന്നതും ഈ സമുദായത്തിൽ നിന്ന് SNDP അല്ല, ഈഴവർ മൈനസ് CPM ഒന്നുമല്ല, കേരളത്തിൽ അപ്രസക്തമായി പോകും, ഒരു കേരള കോൺഗ്രസ് ആയി മാറും CPM. അപ്പോൾ അത് എല്ലാ കാലത്തും എങ്ങനെയെങ്കിലും ഇങ്ങനെ. അതുകൊണ്ടാണ് മുമ്പ് സുനിൽ ഓർക്കുന്നുണ്ടോ ഈ മാരാരിക്കുളത്ത് അച്യുതാനന്ദനെ തോൽപ്പിച്ചൊരു സംഭവം? മാരാരിക്കുളത്ത് ഭ്രൂണഹത്യ. അതെ, ആ പഴനി TK പളനി ഉത്തരവാദിയാണ്, തെരഞ്ഞെടുപ്പ് ചുമതല അങ്ങേർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേർക്കെതിരെ നടപടിയൊക്കെ എടുത്തത്. അന്ന് ശക്തനായിരുന്നു VS. പക്ഷേ അന്ന് VS മത്സരിക്കുമ്പോൾ മറ്റേ ദേശാഭിമാനിയിൽ ഒരു ലേഖനം EMS എഴുതി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജോർജ് ആറാമൻ്റെ ഇന്ന് പട്ടും പളയും വാങ്ങിച്ച കുമാരനാശാൻ എഴുതിയതാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പിന്നെ അത് വിവാദമാവുക. അങ്ങനെ പാർട്ടിയോടൊരു അകൽച്ച ആ സമുദായത്തിൽ മറ്റേ മാരാരിക്കുളത്ത് തോൽപ്പിക്കുക എന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ചെറിയ പുള്ളിയല്ലായിരുന്നല്ലേ? ഒട്ടുമല്ല, കാഞ്ഞ വിത്തായിരുന്നു. ഒരു അവസരം വരുമ്പോൾ എന്ത് സാധനം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്ന ആളായിരുന്നു. കാരണം ആ ഒരു ചരിത്രം കുറച്ചൊക്കെ സൃഷ്ടിച്ച കൂട്ടത്തിലും കൂടി പെട്ട ആളാണ്. കാരണം കോൺഗ്രസിന്റെ അകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാക്കുക, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒക്കെ കൂടെയൊക്കെ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ വലിയ സ്ഥാനം കിട്ടാതെ ആയിട്ടാണ് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ വരുന്നത്. കാരണം അത് ചാലപ്പുറം ഗാങ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടെ ഈ നായന്മാരായ കുറേ വക്കീൽമാർ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഇവർ ആരോപിക്കുമായിരുന്നു, ഇവർക്ക് സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ. അങ്ങനെ കമ്മ്യൂണിസത്തിലേക്ക് വന്നു, അതിൻ്റെ സ്ഥാപകനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില തന്ത്രങ്ങളുണ്ടായിരുന്നു. അന്നും ഈഴവരാണ് പ്രബല സമുദായം, അന്നും നിർഭാഗ്യകരമാണ് EMS ചെയ്തതെന്ന് ഇതിനെപ്പറ്റി കാര്യവിവരമുള്ളവർ പറയുമായിരുന്നു. പക്ഷേ അവർ ഇതിൻ്റെ നട്ടെല്ലായിട്ട് തന്നെ ഈ ഏതാണ്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ തുടർന്നു. അവരിൽ മാറ്റം ഉണ്ടായത് ആ ശബരിമല സംഭവം കാലത്താണ്. അല്ല, അക്കാലത്തും നവോത്ഥാന വേദിയുടെ ഈ എന്താണ് നവോത്ഥാന മതിലൊക്കെ കിട്ടിയ സമയത്ത് പോലും പ്രീതി നടേശൻ അവരുടെ വളരെ വ്യക്തമായ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അത് എനിക്കത് ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഹിന്ദുവിലോ മറ്റോ ആയിരുന്നു ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നത്, വലിയ വിവാദമായി. വലിയ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ CPMനെ സംബന്ധിച്ച് CPM ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് എൻ്റെ സംശയം. കാരണം ഈഴവ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം SNDP യോഗത്തെ ആക്ഷേപിക്കുക, വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുക, അതിനുശേഷം ഇപ്പോൾ പ്രീതി നടേശൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഗോവിന്ദൻ കലി തുള്ളുന്നതിൻ്റെ പിന്നിലെ അജണ്ട എന്താണ്? സമ്പൂർണമായ ആക്രമണം പോലെയാണ് ഈ ഗോവിന്ദൻ ഇത് ചെയ്തിരിക്കുന്നത്. ആ സമുദായം കൂടുതൽ അകന്നു പോവുക. ഈ അടിസ്ഥാന വോട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ BJPയിലേക്ക് വന്നത് അത് കുറച്ചുകൂടി BJPയിൽ കൂടണം എന്നുള്ള മട്ടിലൊരു BJP ഏജന്റിനെ പോലെയാണ് ഈ ഗോവിന്ദൻ പ്രവർത്തിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. കാരണം അവരെ പോയി കണ്ട് അല്ലേ, നമ്മളറിയില്ല, രഹസ്യമായിട്ടാണല്ലോ സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അവരുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് കാണണം എന്ന് പറയുക. അവർ കാണില്ല എന്നൊന്നും പറയില്ലല്ലോ, ഒരു പാർട്ടിയുടെ നേതാവല്ലേ. മാത്രമല്ല അവർ കച്ചവട താല്പര്യമൊക്കെ ഉള്ള ആളുകളല്ലേ വെള്ളാപ്പള്ളിയും കുടുംബവും എന്നൊക്കെ പറയുന്നത്. അവർ കാണുമായിരിക്കും. അങ്ങനെ അവരെ പതുക്കെ അകന്നു പോകുന്നവരെ കൂടെ കൂട്ടുക എന്നുള്ളതല്ലേ ഇത്. ഊടുപാട് ചീത്ത വിളിക്കുകയാണ്. അതായത് AKG എനിക്ക് അറിയാവുന്നതാണ്. കാരണം 1969-70 കാലത്തൊക്കെ നക്സലിസത്തിലേക്ക് ധാരാളം പേര് പോകുന്നുണ്ടല്ലോ.
പിണറായി വിജയനുമൊക്കെ നക്സലിസത്തോട് അനുഭാവം ഉണ്ടായിരുന്ന ആളാണ്. EM ശ്രീധരൻ, പാട്യം ഗോപാലൻ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ, ഇവരെയൊക്കെ അന്ന് പാർട്ടിയുടെ പ്ലീനം നടന്നിട്ട് മറ്റേ CH കണാരൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളെ മാറ്റിയിട്ട് കേരളത്തിലെ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് AKG വരിക. എന്നിട്ട് AKG ഇവരെയൊക്കെ പോയി സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്തിട്ട് തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുപോവാണ്. ഈ വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെയൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ള പരിപാടി. അതല്ലേ പാർട്ടിക്ക് ശരിക്കും ചെയ്യേണ്ടതും കരണീയമായിട്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷെ അതിനു പകരം സുനിൽ പറഞ്ഞ പോലെ ഞങ്ങളിത് ആത്മാഹുതിക്ക് തീരുമാനിച്ചിരിക്കുക എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട പോലെയാണ്. പ്രത്യേകിച്ച് ഈ വെള്ളാപ്പള്ളിയുടെ ഭാര്യ, അതാണ് ഇരിക്കുന്നവരെ പറയുന്നത് ബാലനും ഗോവിന്ദനും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാര്യ അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നു. SNDP യോഗത്തിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കുന്നു. അവർ RSS സംഘടിപ്പിച്ച ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, ആശംസ നേർന്നു. അതെ. അപ്പോൾ അതിനെന്താ കുഴപ്പം? അതിനെന്താ? മാത്രമല്ല, ഒരാൾക്ക് അവരുടെ രാഷ്ട്രീയ വിശ്വാസവുമായിട്ട് നടക്കാനായിട്ട് ഇവർ ഭരണഘടനയെ പിടിച്ച ആണയിടുകയല്ലേ. എനിക്കും സുനിലിനും വേണമെങ്കിൽ സംഖ്യയാകാനും സുഡാപ്പിയാകാനും ഒക്കെ സ്വാതന്ത്ര്യമില്ലേ? അത് പറ്റില്ല. സുഡാപ്പിയാവില്ലേ? ഞാൻ എന്താ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് കൂടെ വേണം. അത് വേണം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ വിശ്വാസം, പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷെ നിങ്ങൾ സംഖ്യ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സുഡാപ്പി ആയാൽ ജീവിക്കാം. അല്ല, ഈഴവർ സംഖ്യയാവരുത് എന്ന് പറയാൻ ഗോവിന്ദൻ ആരാണ്? അവർക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് നാളെ RSS ശാഖയിൽ പോകണം, കാര്യാലയത്തിൽ പോകണം, സ്വീകരണം ഏറ്റുവാങ്ങണമെന്ന് തോന്നിയാണുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? പ്രീതി നടേശനാണെങ്കിൽ സന്യാസിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണെന്ന് അല്ലേ? അവർക്ക് ഒരു ആത്മീയ പശ്ചാത്തലമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. മാത്രമല്ല, സ്ത്രീകൾ കൂടുതൽ വിശ്വാസികളല്ലേ. പുരുഷന്മാരെ എപ്പോഴും യുക്തി എന്നും പറഞ്ഞു നടക്കും. ലോജിക്ക് വേണം. എനിക്ക് തോന്നുന്നത് CPM വല്ലാതെ വരല് പിടിച്ചിട്ടുണ്ട്. ഈ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായത് അവർ പരസ്യമായി പറയുന്നു. വോട്ട് ചോർച്ച ഉണ്ടായത് ആരുടെ വോട്ടുകൾ എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. കാരണം ഈഴവ വോട്ടുകളാണ് ഈ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പരമസത്യമാണ്. ഇവരൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഈഴവ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ CPM ഇല്ല എന്നുള്ളത് ഇവർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഫലത്തിൽ അത് ചോർന്നുപോയി. അപ്പോൾ പിന്നെ അതിന് ഒരു ആക്സിലറേറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിച്ചത് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുക. എന്നിട്ട് ഇവരെയും സമുദായത്തെയും തമ്മിലൊന്ന് തെറ്റിക്കുക. ഇതൊക്കെ പറ്റുമെന്നാണ് CPM. ആകെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ സുരേന്ദ്രന് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പോലും പറഞ്ഞില്ല. ശോഭ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്, ഇത്തവണ കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യ പ്രസ്താവന വന്നിരുന്നു. സുരേഷ് ഗോപി ജയിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയും പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ ഇത്തവണ ഞങ്ങൾ ആരിഫിന് വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ആരിഫിന് SNDP വോട്ട് കൊടുത്തത് വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം പാർലമെന്റിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ SNDP മാത്രമല്ല, നാട്ടുകാരുടെ വോട്ടേ പാഴായിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം അദ്ദേഹം ഒരു കേരളത്തിലൊരു MLA ആയിരിക്കാൻ യോഗ്യനായ ഒരാളാണ്. എന്നാൽ പാർലമെൻറ്റ് ചെല്ലുമ്പോൾ ഭാഷ അറിയില്ല, ഒന്നുമില്ല. CPMന് വേറെ ശക്തിയുമില്ല. പാർലമെൻറ്റിൽ CPM വളരെ തൃണത്തിൻ്റെ മൂലമായിരുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രാവശ്യം വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ ആരിഫിന് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അല്ല, ഞാനിപ്പോഴും ആലോചിക്കുന്നത് CPMകാരെന്തിനാണ് ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ടവർ എന്നും തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനും ജാഥ നടത്താനും കൊല്ലാനും ചാവാനും പോകേണ്ടവരാണ് എന്ന് കരുതുന്നതിനാണ്. രണ്ടാമത്തെ കാര്യം അതായിരുന്നു. കാരണം ഈഴവരെക്കെതിരെ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും അവർ നമ്മുടെ കൂലിപ്പട്ടാളമായിട്ട് നിലകൊണ്ടോളും. 1957 മുതൽ അവരങ്ങനെയാണ്. മലബാറിലെ തീയര് നമ്മുടെ നട്ടല്ലായിരുന്നു. കാരണം അവിടെ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത പോയിരുന്നു, മാപ്പിള ലഹള കാരണം. ഖിലാഫത്തിൻ്റെ കൂടെ അവർ ചേർന്നാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് വിശ്വാസ്യത നഷ്ടപ്പെട്ട മണ്ണിലാണ് കമ്മ്യൂണിസം വളർന്ന് പന്തലിക്കുന്നത്. അത് 1957 വിജയത്തിലൊക്കെ എത്തുമ്പോഴൊക്കെ ഇവർ ഇതിൻ്റെ നട്ടെല്ലായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. ഈ കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല. ഈ ശീതയുദ്ധകാലം കഴിഞ്ഞു. സോവിയറ്റ് യൂണിയൻ 1991 ചിതറിപ്പോയി. ആഗോളമായിട്ട് തന്നെ അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു. ഈഴവരായ യുവാക്കളൊക്കെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് അവർക്ക് വിവരമൊക്കെ ഉണ്ടായി. അല്ല, ഈഴവരെ ഇനിയും ഈഴവ സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പിണറായിക്ക് പറ്റിക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്
പിണറായി വിജയൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഈ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ടതാണോ? അയാൾ തീയ കമ്മ്യൂണിറ്റിപ്പെട്ടതാണ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ മലബാറിലെ കുറേ തീയന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ ഈ വീഡിയോകളുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈഴവരൊന്നുമല്ല, ഞങ്ങൾ തീയന്മാരാണ്, നിങ്ങളുടെ ചാനൽ ഈഴവരും തീയരും ഒന്നാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. തീയന്മാരും മുകളിലുള്ളവരാണെന്ന് കരുതുന്ന ആളുകൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പരമ്പരാഗതമായിട്ട് തന്നെ അങ്ങനെയാണ്. മാത്രമല്ല ഈ മലബാറിൽ ബ്രിട്ടീഷ് മലബാർ ആയതുകൊണ്ട് അവിടെ ജാതീയമായ വിവേചനമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രസിഡൻസിയുടെ കീഴിൽ അവർ ജീവിച്ചുകൊണ്ട് അവർക്ക് ധാരാളം സ്വാതന്ത്ര്യം ആ കാലത്തുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ബിരുദധാരികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെ പണ്ട് തന്നെ കോമൻ എന്ന് പറഞ്ഞ ധീവരൻ മദ്രാസ് മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിരുന്നു 19ാം നൂറ്റാണ്ടിലുമൊക്കെ. അതുപോലെ ജാനകി അമ്മാൾ പത്മശ്രീയൊക്കെ കിട്ടിയ ബൊട്ടാണിസ്റ്റ്. അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിസ്റ്റുകളിൽ ഒരാളാണ്. നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അവർ തീയ കുടുംബത്തിൽ നിന്നുള്ള ആള്. ജാനകി അമ്മാൾ എന്ന് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ CPM-ന്റെ തലയെടുപ്പുള്ള മുൻനിര നേതാക്കന്മാരിൽ ഹിന്ദുക്കളിൽ ഈഴവരാണെന്ന് കരുതുന്ന പലരും ഈഴവരല്ല, തീയന്മാരാണല്ലേ? അതെ, തീയന്മാരാണ്. അത് പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് വരുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഈ ഈഴവ പാർട്ടിയാണ് CPM എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചരിത്രം നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന ഈഴവർക്ക് അവരങ്ങനെ അടുക്കളയിൽ കൊണ്ടുപോയിട്ടൊന്നും ഭക്ഷണമൊന്നും കൊടുക്കില്ലായിരുന്നു. പുറത്ത് മണ്ണിൽ എന്തെങ്കിലും ഇലയൊക്കെ വിരിച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. നമ്മളിത് മാറ്റണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ യോഗം വിളിച്ചു കൂട്ടിയ ചരിത്ര രേഖകളൊക്കെ 19ാം നൂറ്റാണ്ടിലത്തത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് പോയവരെ അവർ കുറേയും കൂടി പിന്നോക്കമായിട്ടേ അവിടെ ഈഴവർ കണ്ടിട്ടുള്ളൂ, തീയര് കണ്ടിട്ടുള്ളൂ. തീയന്മാർക്കിടയിൽ നിന്ന് എത്ര മറ്റേ ജഡ്ജിമാരൊക്കെ വന്നിരിക്കുന്നു. ഡോക്ടർ KN രാജന്റെ അച്ഛൻ ജഡ്ജിയായിരുന്നു. KN രാജന് വലിയ എക്കണോമിസ്റ്റ് ആയില്ലേ? അതിൽ നിന്നൊക്കെ ഏതോ പഴയ കാലത്ത് തന്നെ അദ്ദേഹം എക്കണോമിക്സിൽ ഡോക്ടറേറ്റ്. അവിടെ വളരെ മുന്നോട്ട് പോയിട്ടുള്ളൊരു കൂട്ടരാണ് ഈ അച്യുതാനന്ദന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല. തെക്ക് സത്യത്തിൽ ഇല്ലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തെക്കുള്ള ഈഴവർക്ക്, മയ്യനാട്ട്, മറ്റേ തിരുവനന്തപുരത്ത്, നെയ്യാറ്റിങ്കര, കിളിമാനൂർ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയില്ല. നമ്മൾ ജാതി പറയുകയാണെന്ന് വസ്തുത പറയുകയാണ്. ഇത് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ ഈഴവ കമ്മ്യൂണിറ്റി, രാഷ്ട്രീയം പറയുമ്പോൾ ജാതി പറയാതിരിക്കാൻ പറ്റില്ല. അതെ, ഈഴവ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ ഹെഡ് ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള അവകാശവാദം പൊള്ളയാണത്. മാത്രമല്ല അദ്ദേഹം വിവാഹം ചെയ്തത് തെക്ക് നിന്നാണ്. ഈ മകളുടെ ആദ്യ വിവാഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ, അത് നിലനിന്നുമില്ല. പ്രമോദ അങ്ങനെ അത് നിലനിന്നുമില്ല. അങ്ങനെയാണോ പേര്? ഞാൻ പറഞ്ഞത് ശരിയായിരുന്നോ? എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. സബ്ജക്ട് ടു കറക്ഷൻ. അതെ. അപ്പോൾ അതൊരു പരീക്ഷണമായിട്ടാണ് അന്നും എനിക്ക് തോന്നിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയര് അവിടെ മലബാറിൽ നിന്ന് തന്നെയാണ് വിവാഹത്തിലുമൊക്കെ ബന്ധത്തിലുമൊക്കെ. കാരണം അവർ തെക്കോട്ടൊന്നും അങ്ങനെ വരാറില്ല. എത്രയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് അവരങ്ങനെ ചെയ്യാറില്ല. അത് തന്നെ ആ വ്യത്യാസം അറിയുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും അകറ്റുന്നത് ഈ ഈഴവരെ ഇപ്പോൾ, അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തെക്ക് നിന്നുള്ള ഈഴവരും അതെ തീയരും അതെ ഈ മുസ്ലിം പ്രീണനം ഈ പാർട്ടി നടത്തുന്നുണ്ടല്ലോ, അതിനോട് അസഹിഷ്ണുത അവർക്കുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ സംസാരത്തിലേക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. നമ്മുടെ ചില കമൻറ്റുകളിൽ ഈഴവരും തീയരും ഒന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഒന്നിട്ട് വരെ വിളിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞാനൊരു ഈ CPM-ന്റെ ചരിത്രം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് AKG നമ്പ്യാരാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നായന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയത് തന്നെ നമ്പ്യാർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ തൃശ്ശൂരിന് തെക്കോട്ട് ഈഴവരെന്ന് പറയുന്നവരും തൃശ്ശൂർ മുതൽ അങ്ങോട്ട് തീയന്മാരെന്ന് പറയുന്നവരുമാണ് CPM-ന്റെ നട്ടിൽ. അതിൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനൊക്കെ ഇപ്പോൾ ഉള്ളത് തീയന്മാർക്ക് തന്നെയാണ്. പ്രാമാണികത്വം രണ്ടുപേർക്കും ദായകർമ്മങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ട്. വ്യത്യാസങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നാക്ക വിഭാഗം എന്ന് പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു മന്ത്രിസഭ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. വലിയ പ്രയാസം. മാത്രമല്ല ലിക്വിഡേറ്റർ ആയിട്ടാണല്ലോ പിണറായി വിജയൻ നിൽക്കുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടാണ് ഇപ്പോൾ
ഗോവിന്ദൻ ചൂട്ട് മുമ്പിൽ വീശുന്ന പോലെ. അപ്പോൾ ഈഴവരെ മൊത്തം ശരിയാക്കി എടുക്കാൻ പിണറായി അല്ലെങ്കിൽ ഗോവിന്ദൻ തീരുമാനിച്ചു. BJP പാളയത്തിലേക്ക് അവരെ ആട്ടിപ്പായിക്കാനോ മറ്റോ അച്ചാരം വാങ്ങിയിട്ടുണ്ട് എം ഗോവിന്ദൻ. അങ്ങനെയില്ല, ഞാൻ മനസ്സിലാക്കുന്ന ഈ താഴെത്തട്ടിലൊക്കെ SNDP ശാഖായോഗങ്ങൾ പിടിച്ചെടുക്കുക, അതുകൊണ്ട് അങ്ങനെ ഭരണത്തിൽ ക്ഷേത്രങ്ങളുടെയും ശാഖകളുടെയും ഭരണത്തിലേക്ക് വരിക എന്നതൊക്കെയാണ്. ശാഖകളായി മാറാതിരിക്കാനുള്ള മറുമരുന്നെന്നാണ് പിണറായി. സുനിൽ പറഞ്ഞു വരുന്നത് SNDPയുടെ ആ കോർ വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഇതിൻ്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തിനെയും ഈ പഴി പറഞ്ഞ് അവരെ ഉന്മൂലനം ചെയ്യാനാണ് കരുതുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ ശാഖായോഗങ്ങളെ ശാഖകളാക്കുന്നത് തടയാമെന്ന് അവർ കരുതുന്നത്. പക്ഷേ ഒരു ഓർമ്മയുണ്ട്, പണ്ട് പി ഗംഗാധരൻ അല്ലേ, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഈഴവ കമ്മ്യൂണിറ്റിയെ പാർട്ടിയോട് അടുപ്പിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടു. പുള്ളി എന്ത് ചെയ്തു, അവസാനം പുള്ളി ഒരു SRP ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ഈ കോൺഗ്രസുമായി ചേർന്ന് മന്ത്രിയായി കേരളത്തിൽ. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയില്ല, ഞാനൊക്കെ കുട്ടിയായിരുന്നു. ധാരാളം ഉണ്ട്. ഞാൻ 2ാം ഭാഗം എഴുതാൻ വേണ്ടി ഗംഗാരനെ പുറത്താക്കുന്നതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. EMSന് അദ്ദേഹം എഴുതുന്ന കത്തുകളുടെ പരമ്പരയൊക്കെ ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാർട്ടിയുടെ അകത്ത് ബ്രാഹ്മണ്യം വരുത്തുകയാണെന്നൊക്കെ ഗംഗാരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗംഗാധരൻ വലിയ നേതാവായിരുന്നു. TK രാമകൃഷ്ണനൊക്കെ പിന്നെയാണല്ലോ വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് കേട്ടറിവേ ഉള്ളൂ, കാരണം നമ്മളൊന്നും ആ സമയത്തില്ല, ജനിച്ചിട്ടില്ല. അതെ അതെ, വലിയ നേതാവായിരുന്നു. ഈ അദ്ദേഹം SNDP ആയിട്ടൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ നടക്കുകയും ചെയ്തിരുന്നു. പാർട്ടി ചുമതലപ്പെടുത്തി വിട്ടു. അത് ഈ P കൃഷ്ണപിള്ള 2ാം ലോക യുദ്ധകാലത്ത് ബ്രോഡർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പാർട്ടി സെക്രട്ടറി ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇത് ഇനിയിപ്പോൾ ജനകീയ യുദ്ധം നടക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രിട്ടൻ്റെ കൂടെ ആയതുകൊണ്ടും നമ്മൾ പാർട്ടി ഇനി പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് P കൃഷ്ണപിള്ള പാർട്ടി പിരിച്ചുവിട്ടു കോഴിക്കോട് നിന്ന്. ഇനി നിങ്ങളെല്ലാം പോയി നിങ്ങളുടെ സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ CH കണാരനും SNDP പോയി EMS യോഗക്ഷേമ സഭയിലേക്ക് ഉണ്ണി നമ്പൂതിരിയുടെ ശരിയല്ലേ പറഞ്ഞത്. അപ്പോൾ P ഗംഗാധരനും അങ്ങനെ SNDP പ്രവർത്തനത്തിലേക്ക് പോയി. പക്ഷെ അദ്ദേഹം അവിടെ ഉറച്ചുപോയി. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ഇത് മുടായിപ്പന്ന് മനസ്സിലായി. അതെ, അങ്ങനെയാണ് EMSുമായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കുക. EMSന് അദ്ദേഹം കത്തെഴുതുക. അത് അദ്ദേഹം മറ്റേ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കത്ത് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതുണ്ട്. അപ്പോൾ ഏതായാലും ഈ CPM SNDP യോഗത്തോട് അതിൻ്റെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കെതിരെ വരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതൊരു മര്യാദയില്ലായ്മയും മാന്യതയില്ലായ്മയും ആയിപ്പോയി. എന്താ പറഞ്ഞ മര്യാദയില്ലായ്മ, മാന്യതയില്ലായ്മ ആരിൽ നിന്നാ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ CPMൽ നിന്ന് MV ഗോവിന്ദൻ ആർഷോയുടെ നിലവാരത്തിലേക്ക് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊരു ഉയർച്ചയാണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.